ഈ ഓട്ടോയിൽ കയറി ഞാൻ പോകുന്നത് ഹൈദരാബാദിലേക്കാണ്. ഓട്ടോ ഹൈദരാബാദ് വരെ പോകില്ല, എയർപോർട്ട് വരെ പോകുള്ളൂ. എയർപോർട്ട് കയറുന്നതിന് മുന്നേ നല്ല വിശപ്പ്, നേരെ ജെറീസ് തട്ടുകടയിൽ കയറിയിട്ട് ഒരു ഓംലേറ്റ് കഴിച്ചു. ആഹാ, എന്തൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട് എയർപോർട്ടിൽ. അങ്ങനെ സംഭവ സ്ഥലത്തെത്തി. പക്ഷേ കൂടെ ഒരാൾ വരാനുണ്ട്, അയാളെ കാത്ത് നിൽക്കും. അപ്പൊ നമ്മുടെ സ്വന്തം അമീനൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ID കാർഡൊക്കെ കാണിച്ച് നേരെ എയർപോർട്ടിനകത്തോട്ട് കയറിയ. ഹൈദരാബാദിലേക്ക് പോകാൻ പാസ്പോർട്ട് ഒന്നും വേണ്ട, ID കാർഡ് മാത്രം മതി. അവിടെ നേരെ പാസ് ഒക്കെ എടുത്തിട്ട് ഇനി തുണി കഴിക്കാൻ പോവാണ്. തെറ്റിദ്ധരിക്കേണ്ട, ചെക്കിംഗ് ആണ് ചെക്കിംഗ്. ഈ ബാസ്ക്കറ്റിനകത്ത് ബെൽറ്റ്, പേഴ്സ് അതുപോലുള്ള എല്ലാ സാധനവും അതിനകത്തിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അകത്തോട്ട്. കുറച്ചു നേരം കാത്തു നിന്നിട്ടാണെങ്കിൽ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എത്തിക്കണം. ഈ ഇടവഴിയിലൂടെ നേരെ ചെന്ന് കയറുന്നത് ഫ്ലൈറ്റിലേക്കാണ്. വലതുകാല് വെച്ച് കയറാണ്. എന്റെ രണ്ടാമത്തെ അന്തർദേശീയ ഫ്ലൈറ്റ് യാത്രയാണിത്. ആദ്യം പോയത് ബോംബെയിലാണ്, ഇബ്രാഹിം കാടോട്. രണ്ടാമത് ഇപ്പൊ ഹൈദരാബാദിലേക്ക്, അമീൻ കാടോട്. അന്നും ഇന്നും ഭാഗ്യവശാൽ എനിക്ക് ഇത് ഈ ജനലിന്റെ അടുത്തുള്ള സീറ്റ് തന്നെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മേസ്തിരി വന്നിട്ട് ഫ്ലൈറ്റിനെ പുറകോട്ട് എടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഉള്ളിൽ പേടിയൊക്കെ ഉണ്ടെങ്കിൽ കാലുമേ കാലൊക്കെ ഇട്ട് ഭയങ്കര ധൈര്യത്തിൽ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് പതിയെ പൊങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും ഉള്ളിലൊരു അന്താളിപ്പ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം വിളിച്ചോദിക്കണം. ഈ പൊങ്ങുന്ന സമയം മാത്രമല്ല കേട്ടോ ഈ ഒരു പേടി. മേളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അടിപൊളി കാഴ്ചയാണ്. ആകാശത്ത് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് കാണാൻ പറ്റി. പിന്നെ ഒരു 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാനിത് ഹൈദരാബാദിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കും. തമ്പാനൂർ KSRTC ബസ് അടുക്കിയിടുമ്പോഴാണ് ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ അടുക്കിയിട്ടിരിക്കുന്നത്. ആഹാ, കാണാൻ എന്താ രസം. കുറച്ച് ആൾക്കാർ എന്നിട്ട് ഫ്ലൈറ്റിന് കുപ്പിയും വെള്ളം വെച്ച് കഴുകി വൃത്തിയാക്കുകയാണ്. തുടച്ച് വെളുപ്പിക്കുകയാണ്. ആയിരിക്കുന്ന ആളുകൾക്ക് കയ്യെത്താത്ത സ്ഥലത്ത് ഇതേപോലെ മിഷ്യൻ വെച്ചിട്ടും തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് ചവിട്ടിയിരിക്കുന്നത്. ബാക്കി വിശേഷം നാളെ.